ഒന്നാം വർഷം നന്നായോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ പി.ടി. തോമസ് എം.എൽ.എ. ഈ സർക്കാരിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പ്രചാരണ വാചകം ഇനി വേണ്ട, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ സർക്കാർ. കാരണം അത്രമാത്രം ഈ ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ കുഴപ്പങ്ങളെല്ലാം അവർ ശരിയാക്കിയിരിക്കുകയാണ്. അങ്ങേയറ്റം ജീർണമായ രാഷ്ട്രീയ സംസ്കാരം, ഈ ഭരണ സംവിധാനത്തെ മുഴുവൻ തകർത്തെറിയൽ, അതിൻ്റെ പാപഭാരം മുഴുവൻ ഇവരുടെ കഴുത്തിൽ കൊണ്ടുവയ്ക്കൽ, അതിനെയൊക്കെ അതിജീവിച്ചിരിക്കുന്നു എന്നാണ് ഇന്നും ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ട വിരസമായ പ്രസംഗത്തിലൂടെ പിണറായി പറഞ്ഞിരിക്കുന്നത്. യോജിക്കുന്നുണ്ടോ? ഈ ഗവൺമെൻറ് എല്ലാ സങ്കല്പങ്ങളെയും തകർത്തിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് UDF-ന് വലിയ അഭിപ്രായം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിലെ ലക്ഷോപലക്ഷം LDF അനുഭാവികൾ ഈ ഗവൺമെൻറ്റിൽ വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നു. അതെല്ലാം തകർന്ന് തരിപ്പണമായ ഒരു വർഷമാണ് കടന്നു പോയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ ഗവൺമെൻറ് അധികാരത്തിലേറുന്നതിന് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച നേതാവ് സഖാവ് VS അച്യുതാനന്ദനാണ്. ആ VS അച്യുതാനന്ദൻ ഒരു പാസുമായി കാവൽ നിൽക്കുന്ന ഗതികേടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. കാരണം വയലാർ സമരനായകനും അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ച ബാലകൃഷ്ണപിള്ളി എല്ലാം തുല്യ പദവി, തുല്യ വേതനത്തിന് തുല്യ ജോലി കൊടുത്തിരിക്കുകയാണ്. ഇതിൽ പരം ഒരു അപമാനം VS അച്യുതാനന്ദനെ പോലെ ഒരാൾക്ക് കൊടുക്കാനുണ്ടോ? അതടക്കം എത്രയോ കാര്യങ്ങൾ. ഒരു കാര്യം നിങ്ങൾ നോക്കുക, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ, ഒരുപക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടാവാം, ഒരു ഭരണകൂടം നിരായുധരായ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന സംഭവം എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അതും കമ്മ്യൂണിസ്റ്റുകാരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ നിരായുധരായ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നത്? അവരെ 10-200 പോലീസ് വളഞ്ഞ് നിരവധി തോക്കുകളുമായി നേരിട്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പിടിച്ചെടുത്തത് 1.5 കിലോ ഉണക്ക കപ്പ, 1/2 കിലോ ഉപ്പ്, അല്ല ഒരു 2 കിലോ അരി, ഒരു പഴയ പായ, ഇതൊക്കെ കണ്ടുപിടിച്ച് ഇത് വെച്ചാണ് ഒരു ഗവൺമെൻറ് അട്ടിമറിക്കുന്നത്. നക്സലേറ്റുകളെയോ മാവോയിസ്റ്റുകളെയോ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. അവരെ നീതിന്യായ പീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഒരു ഗവൺമെൻറ്റുണ്ട്, പ്രത്യേകിച്ചൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുണ്ട്. എന്നാൽ വളരെ നിഷ്ഠൂരമായി ചരിത്രത്തിലില്ലാത്ത സമാനതകളില്ലാത്ത രീതിയിൽ അവർ വെടിവെച്ചു കൊല്ലുക. ഇത് നക്സൽ വർഗീസിൻ്റെ കാര്യം എടുക്കാം. ഞാനിത് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യങ്ങളെപ്പറ്റി ആദ്യം പറഞ്ഞിട്ടാണ്. നക്സൽ വർഗീസിൻ്റെ കാര്യം എടുക്കാം. നക്സൽ വർഗീസ് ഒരു മോഷ്ടാവായിരുന്നു, ഒരു പിടിച്ചുപറിക്കാരനായിരുന്നു എന്ന് എഴുതി കൊടുത്ത ആളുകളാണ് ഇവർ. അതുപോലെ തന്നെ UAP ചുമത്തിയതിനെ പറ്റി UDF-നെ കുറ്റം പറഞ്ഞു വന്നു. ഇവർ ചുമത്തിയ UAP-യുടെ കണക്കൊക്കെ ബഹ പുറത്തു വിട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആലോചിക്കാൻ പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കൊണ്ട് ഇവർ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇവരുടെ വാചകമടിയല്ലാതെ ഈ നാട്ടിലൊരു കാര്യവും നടന്നില്ല. ഇന്ന് കേരള നിയമസഭയിലെ അടിയന്തര പ്രമേയം കേന്ദ്ര ഫണ്ട് ഉപയോഗിക്കാതെ വന്നതിനെ സംബന്ധിച്ച ഏകദേശം 2000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണം വാങ്ങിയില്ല. ഈ 20 ലക്ഷത്തോളം തൊഴിലുറപ്പിൽ പണിയെടുത്ത സ്ത്രീകൾ ഡിസംബർ മുതൽ 6 മാസക്കാലത്തെ കൂലി കിട്ടാൻ വേണ്ടി കാവൽ നിൽക്കുക. എന്താ കൂലി കിട്ടാത്തതിൻ്റെ കാരണം? ഇവിടുന്ന് കൊടുക്കേണ്ട കടലാസ് കൊടുത്തിട്ടില്ല എന്ന് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് അറിയിപ്പ് കിട്ടി. ഇന്ന് ഏകകണ്ഠമായി ഒരു പ്രമേയം പാസ്സാക്കണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി തർക്കം പറഞ്ഞു. അവസാനം ഇനി ഞങ്ങളുടെ കുഴപ്പം കൊണ്ട് പാസ്സാകാതിരിക്കേണ്ട, കാരണം ഞങ്ങൾ അപ്പോഴും പറഞ്ഞു ഇത് കേന്ദ്രത്തിൻ്റെ കുഴപ്പമല്ല, കേരള ഗവൺമെൻറ് കൊടുക്കേണ്ട കടലാസ് കൊടുക്കാത്തതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് പാവപ്പെട്ട തൊഴിലാളിക്ക് കൂലി കിട്ടാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പിടിപ്പുകേളുകളുടെ ഒരു ആകെത്തുകയായി ഈ ഗവൺമെൻറ് മാറിയിരിക്കുന്നു. പിണറായി വിജയന് ഇരട്ടച്ചങ്കും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നെങ്കിലും പിണറായി വിജയൻ ഒരു കടലാസ് പുലിയാണ് എന്ന് തെളിയിച്ച സംഭവങ്ങളാണ് ഒരു വർഷം. പിണറായിയെ പേടിച്ച് നിയമസഭയിൽ ഉപചോദ്യം ചോദിക്കാൻ പേടിയാണ് CPM-ൻ്റെ MLA-മാർക്ക്. ഇവിടെ പാർട്ടിയും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പാർട്ടി കമ്മിറ്റിയും ചർച്ചയും എല്ലാം പിണറായി മാത്രമായി മാറിയിരിക്കുന്നു. 1984-ൽ ജോർജ് ഓർവെൽ പറയുന്ന ഒരു സമാനമായ സാഹചര്യം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ പിണറായിയുടെ ഭരണത്തിലുണ്ടായിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഈ ഗവൺമെൻറ്റിന് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ എഴുത്തുകാരനായ MG രാധാകൃഷ്ണനോ അല്ലെങ്കിൽ TJS ജോർജിനോ അല്ലെ ജോയി മാത്യുവിനോ അല്ലെങ്കിൽ BRP ഭാസ്കർക്കോ അതുപോലുള്ള ആളുകൾക്ക് ഈ ഗവൺമെൻറ്റിനെ പറ്റി ഒരു വാക്ക് നല്ലത് പറയാൻ പറ്റുമോ?
അവരൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നക്സൽ നേതാവായ PT തോമസ് മാതൃഭൂമിയിൽ പറഞ്ഞിരിക്കുന്ന വാചകം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഈ ഗവൺമെൻറ്റിനെ പറ്റി. അതുപോലെ NG രാധാകൃഷ്ണൻ, P ഗോവിന്ദപിള്ളയുടെ മകൻ പറഞ്ഞിരിക്കുന്നു, ബംഗാളിൻ്റെ അനുഭവം ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ പിടിപ്പുകേടിൻ്റെയും കഴിവുകേടിൻ്റെയും ഭരണത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ തമ്മിലടിയുടെയും മാപ്പ് പറച്ചിലിൻ്റെയും ഒക്കെ മാപ്പ് സാക്ഷികളായി ഇവർ മാറിയിരിക്കുന്നു. കുരിശ് കണ്ടു പേടിച്ച പിണറായിയുടെ ചിത്രമാണ് കേരളത്തിൻ്റെ മുമ്പിൽ. മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, മുഖ്യ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളാണ് ഇപ്പോൾ കേട്ടത്. താങ്കളുടെ മറുപടി. അതെ, ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ഇന്ന് 2016 മെയ് മാസം 25 ഞങ്ങൾ അധികാരത്തിൽ വന്നത്. 2017 മെയ് മാസം 15 അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാം, പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒന്നൊന്നായ കാര്യങ്ങൾ ആത്മാർത്ഥമായും സത്യസന്ധമായും നടപ്പിലാക്കാൻ എല്ലാ വകുപ്പുകളുടെയും മന്ത്രിമാർ കൂട്ടായി ശ്രമിച്ചു എന്നതും അതിൻ്റെ ഫലം അനുഭവിച്ചു തുടങ്ങുന്നു എന്നതുമാണ് ഈ ഒരു വർഷത്തിൻ്റെ ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. സാധാരണക്കാർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി, നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, കോടാനുകോടി രൂപയുടെ കുടിശ്ശികയായിരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സമയബന്ധിതമായി കൊടുക്കുന്നതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ ലോണുകൾ 900 കോടിയിലേറെ വിദ്യാഭ്യാസ ലോൺ അത് കടാശ്വാസം എത്തിക്കുന്ന കാര്യത്തിൽ, കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ, പാർപ്പിട സൗകര്യം എത്തിക്കുന്ന കാര്യത്തിൽ, ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ, ഇന്ത്യയിലെ ഏക ODF സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ, ഇങ്ങനെ ഒന്നൊന്നായി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുമ്പോൾ ശ്രീ വേണുവിന് അത് വിരസതയാണ്. അതുതന്നെയാണ് നമ്മുടെ കേരളം നേരിടുന്ന പ്രശ്നവും. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് നിങ്ങളെപ്പോലെ കുറേ പേർക്ക് അത് വിരസമായ ഏർപ്പാടാണ്. പിന്നെ എന്താണ് നിങ്ങൾക്ക് രസകരമായ ഏർപ്പാടെന്ന് എനിക്കറിയില്ല. എന്തായാലും കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുന്നതിൽ അഴിമതിരഹിതമായി, സത്യസന്ധമായി, കാര്യക്ഷമമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്തു എന്നതിൻ്റെ അഭിമാന നേട്ടങ്ങളുടെ ഒരു വർഷമാണ് ഇന്ന് കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഒട്ടും ആശങ്ക വേണ്ട. കേരളത്തിലെ ജനങ്ങളേറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഗവൺമെൻറ്റിനെ നോക്കിക്കാണുന്നത്. ഞങ്ങൾ അവരോട് പറയുന്നു, നിങ്ങളോടൊപ്പം ഈ സർക്കാരുണ്ട്, ധൈര്യമായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഗവൺമെൻറ് നിങ്ങളോടൊപ്പമുണ്ട്. അതാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ഗവൺമെൻറ്റിന് പറയാനുള്ളത്. എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു. പൂർത്തീകരിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റില്ല, ഒരു വർഷമേ ആയിട്ടുള്ളൂ. ബാലൻസ് ഇപ്പം ഞങ്ങൾ പല പദ്ധതികളുടെയും ഒരു രൂപീകരണ പശ്ചാത്തല സൗകര്യ വികസനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രൂപീകരണ വേളയിലാണ്. അടുത്തൊരു വർഷം ഈ ഒരു വർഷത്തിൻ്റെ ഇരട്ടി കുതിപ്പിലേക്കായിരിക്കും കേരളം പോവുക എന്ന കാര്യത്തിൽ ശ്രീ വേണു, നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട, ആർക്കും ആശങ്ക വേണ്ട. നിങ്ങൾ ആരെല്ലാം എന്തെല്ലാം പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും, ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് മുന്നേറും. ശരി, ശ്രീ MT രമേശ്, നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിയമസഭയിൽ ഒരംഗം മാത്രമേ ഉള്ളൂ. എന്നാൽ പുറത്ത് ഒരു മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ റോളെടുക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിയമസഭയ്ക്കകത്ത് സർക്കാരിനെ അതിശക്തമായി പ്രതിരോധത്തിലാക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ലേ എന്നു മാത്രവുമല്ല, വലിയ സമരമുഖങ്ങളൊന്നും അങ്ങനെ ശക്തമായി പാർട്ടികൾ സ്വമേധയാ ഏറ്റെടുത്ത് വിജയിപ്പിച്ചതായി ഈ ഒരു വർഷത്തെ അനുഭവം നമ്മുടെ മുന്നിൽ തരുന്നില്ല. ചില ജനകീയ വിഷയങ്ങൾ ഉയർന്നു വരുന്നു, അവിടേക്ക് മാധ്യമ ശ്രദ്ധ വരുന്നു, അങ്ങനെ അത് വലിയ ചർച്ചാ വിഷയമാകുന്നു, അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ഏറ്റെടുക്കുന്നു, അത് വിജയിക്കുന്ന നിലയിലേക്ക് എത്തുന്നു, പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങി പിരിഞ്ഞു പോകുന്നു. അതല്ലാതെ ഈ സർക്കാരിനെ നേർക്കുനേർ കണ്ടുകൊണ്ട് ഏറ്റുമുട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് സ്വന്തം രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ വ്യക്തത ഈ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നതിൽ UDFന് കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ മറുപടി താങ്കളല്ല പറയേണ്ടത്, പക്ഷേ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വേണു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം ഒരു ദുരന്തമായി പരിണമിച്ചു പോയിട്ടുള്ള ഗവൺമെൻറ്റാണ്. പ്രത്യേകിച്ചും LDF ഗവൺമെൻറ് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഈ ഭരണ നേട്ടങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഇവിടെ പറയുമ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ കാതിൽ ആർത്തലക്കുന്ന ശബ്ദം നീതിക്ക് വേണ്ടി കേഴുന്ന നിരപരാധികളായിട്ടുള്ള ആളുകളുടെ ശബ്ദമാണ്.
ഒരമ്മയുടെ നിലവിളി എത്ര കാലം കേട്ടാലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബക്കാരിയായ ഒരു സ്ത്രീ, മകൻ നഷ്ടപ്പെട്ടു പോയൊരു സ്ത്രീയുടെ നിലവിളി, അത് ഒരു നിലവിളി മാത്രമല്ല, അത് വാളയാറിൽ നാം കേട്ടിട്ടുണ്ട്, അത് കുണ്ടറയിൽ നാം കേട്ടിട്ടുണ്ട്, അത് കോട്ടയത്ത് നാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിലവിളികളാണ് കേരളത്തിൽ ഉയരുന്നത്. സ്വാഭാവികമായിട്ടും ഈ സർക്കാരിന് ജനങ്ങളുടെ മുമ്പാകെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഒരു വർഷം പൂർത്തിയാകുന്ന വേളയിൽ ഇന്ന് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ച പരസ്യത്തിൽ സ്വന്തമായി ഒരു കൊല്ലം കൊണ്ട് പൂർത്തീകരിച്ച ഒരു പദ്ധതിയെക്കുറിച്ചും ഇവർക്ക് പറയാനില്ല. എനിക്ക് അക്കമിട്ട് പറയാൻ സാധിക്കും, ഇന്ന് ഒന്നാമത്തെ പേജിൽ മാതൃഭൂമിയും മനോരമയും പ്രസിദ്ധീകരിച്ച അവരുടെ പരസ്യത്തിൽ പറയുന്നതിൻ്റെ 80% പദ്ധതികളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒരു കൊല്ലം ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ CPM-നും പിണറായി വിജയൻ ഗവൺമെൻറ്റല്ല മറ്റാർക്കും കഴിയില്ല. അതേ സന്ദർഭത്തിൽ ഇതിനെതിരായിട്ട് നിയമസഭക്കകത്തും പുറത്തും പ്രതിരോധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഒരു കൊല്ലം എന്നുള്ളത് ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനകീയ പ്രതിരോധത്തിൻ്റെ ആവശ്യമായിട്ടുള്ള സമയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നിയമസഭയിൽ UDF-നൊരു ദൗർബല്യമുണ്ട്. ഞങ്ങൾക്ക് ഒരേ MLA മാത്രമേ ഉള്ളൂ നിയമസഭയിൽ. അതുകൊണ്ട് നിയമസഭക്കകത്ത് ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനം ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിമിതി ഞങ്ങൾക്കുണ്ട്. പക്ഷേ UDF-നുണ്ടാകുന്ന പ്രശ്നം, UDF ഏതെങ്കിലും ഒരു വിഷയം ഈ സർക്കാരിനെതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അത് കഴിഞ്ഞ സർക്കാരിൻ്റെ അതേ കാര്യങ്ങൾ പറഞ്ഞ് പ്രതിരോധിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഓരോ വിഷയത്തിലും ഇവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കും LDF-ന്. അപ്പോൾ UDF സർക്കാരിൻ്റെ ഒരു തുടർച്ചയായി മാത്രം പ്രവർത്തിക്കുന്ന LDF-ന് UDF ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രതിരോധത്തെയോ പ്രതിഷേധത്തെയോ അത് ദുർബലപ്പെടുത്താൻ സാധിക്കുന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം നിയമസഭയ്ക്ക് വെളിയിൽ ഞങ്ങൾ നിരവധി വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. വേണു പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഷയത്തെ അതിൻ്റെ അവസാനം വരെ എത്തിക്കുന്നതിൽ BJP-ക്കും കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ജനശ്രദ്ധയെ ആകർഷിക്കാൻ ഉയർത്തിക്കൊണ്ടുവരാൻ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാലും അത് ബഹുജന പിന്തുണയോടുകൂടി ഒരു ജനകീയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ BJP-ക്ക് നിയമസഭയ്ക്ക് വെളിയിൽ സാധിച്ചിട്ടുണ്ട്. ഇന്നും നിയമസഭ സെക്രട്ടേറിയറ്റിന് പുറത്ത് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രതിരോധം, കേരളത്തിലെ 10,000-കണക്കിന് ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രതിരോധം ഈ സർക്കാരിൻ്റെ 1-ാം വാർഷികത്തിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഫലനമാണ്. ശരി, ശ്രീ P. പ്രസാദ്, ഈ സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ സംഘടിതമായ രാഷ്ട്രീയ സമരങ്ങളല്ല കണ്ടത്. എന്നാൽ അതിനേക്കാൾ ഗൗരവത്തോടെ സമൂഹം കണ്ടുനിന്ന ചില സമരങ്ങളുണ്ട് താനും. അത് ഒന്നുകിലൊരു വ്യക്തി, ഇപ്പോൾ സെൻകുമാറിനെ പോലൊരു വ്യക്തി, അല്ലെങ്കിൽ ചില കൂട്ടായ്മകൾ, ലോ അക്കാദമി സമരമൊക്കെ പോലെ, അതല്ലെങ്കിൽ ഒരു കുടുംബം, ഇപ്പോൾ ജിഷ്ണുവിൻ്റെ കാര്യത്തിൽ കണ്ടതുപോലെ, ഇതൊക്കെ ഈ സർക്കാരിനെ ആടി ഉലച്ചു കളഞ്ഞതാണ്. എന്ന് മാത്രമല്ല, ജനമനസ്സിൽ നിന്ന് നിഷ്കാസിതമാകുന്നു എന്ന നിലയിലേക്ക് വരെ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സമരങ്ങളാണവ. അത് ഏറ്റെടുക്കാൻ കഴിയാത്ത നിവൃത്തികേടിലേക്ക് ഈ മധുവിധു കാലം എന്നൊക്കെ പറയുന്ന ആനുകൂല്യം കൊടുത്തുകൊണ്ടിരുന്ന പ്രതിപക്ഷത്തെ കക്ഷികളെ എന്ന് മാത്രമല്ല അങ്ങയുടെ കക്ഷിയെ വരെ നിർബന്ധിതമാക്കിയ സന്ധികളാണതെല്ലാം. അതിനെപ്പറ്റി ഒന്നും പറയാതെ ഇപ്പോൾ രമേശ് പറഞ്ഞല്ലോ, അത് ഏറ്റെടുത്തതിനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഈ സർക്കാർ അതിന് പകരമായി കൊടുത്ത വാഗ്ദാനങ്ങളും എവിടെയും എത്താതെ പോയി. അപ്പോൾ രണ്ടു പക്ഷത്തും പരാജയം ഒരേപോലെ തന്നെ കാണാൻ കഴിയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ രമേശ് പറഞ്ഞൊരു ഏറ്റുപറച്ചിൽ സർക്കാരും പറയേണ്ടതാണ്, അങ്ങനെ പറയുകയുണ്ടായില്ല, ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ വിശദീകരണവും ഉണ്ടായില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞത് 4 വരിപ്പാതയുടെ മാഹാത്മ്യം, പിന്നെന്താണെന്ന് പറഞ്ഞത് ഗെയിൽ വാതക പൈപ്പ് എല്ലായിടവും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട മാഹാത്മ്യം, അതുപോലെ തന്നെ ഈ മലയോര ഹൈവേയുടെ മാഹാത്മ്യം, തീരദേശ ഹൈവേയുടെ മാഹാത്മ്യം, എല്ലാത്തിലുമുപരി ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ മാഹാത്മ്യം. ഇതാണ് പറഞ്ഞത്. ഇങ്ങനെ പറയാൻ ഒരു CM വേണ്ട, ഒരു CEO മതി. അതാണെന്ന് പിണറായി വിജയനെ അങ്ങേയറ്റം വിരസമായ ഒരു പ്രസംഗത്തിൻ്റെ ഈ പറയുന്ന സ്രഷ്ടാവാക്കി മാറ്റിയത്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അത് വേറെ അർത്ഥത്തിലൊന്നുമല്ല. മാസങ്ങളായി കുടിശ്ശിക കിടന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ഓണത്തിനടുപ്പിച്ച് എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ ഒരു ഗുണകരമായ മാറ്റം ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. ലക്ഷക്കണക്കായ വീടുകളിലേക്ക് സാധാരണക്കാരൻ്റെ പെൻഷൻ 400-500 ആയിരുന്നത് 1000 രൂപയായി വർദ്ധിച്ച് പോസ്റ്റ് ഓഫീസിലും ബാങ്കിലും കയറിയിറങ്ങി നിരങ്ങി മുട്ടിന് വേദനയുമായി തിരിച്ചു വന്നിരുന്ന സാധാരണക്കാർക്ക് വീടുകളിലേക്ക് ഇതെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രമുഖമായ കാര്യമാണ്. ഗെയിൽ വാതക പൈപ്പ് ലൈനേക്കാൾ ഞാൻ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ 1000 രൂപയാക്കും എന്നും അത് വീട്ടിൽ കൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞ കാര്യമാണ്.
ഏറ്റവും ഗൗരവത്തോടെ കേരളത്തിൻ്റെ മനുഷ്യനതെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇപ്പോൾ കുടിശ്ശികയായി. സ്കൂൾ തുറക്കാൻ